വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യർ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെറ്റിൽഡ് ലൈഫിന് തുടക്കം കുറിച്ചു. പലതരത്തിലുള്ള ഫുഡുകൾ അവർ എങ്ങനെയാണ് ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പോൾ മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഭക്ഷ്യയോഗ്യമായ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ കിട്ടുന്നതെന്ന്, എത്തരത്തിലാണ് വിത്തുകൾ പൊട്ടിമുളച്ച് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് തുടങ്ങിയവ മനുഷ്യൻ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ധാന്യങ്ങളും വിളകളും വിളയിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് ബാർലിയും സെറൽസുമാണ്. വിളവെടുപ്പിനായി അവർ അരിവാൾ ഉപയോഗിക്കുകയും അങ്ങനെ അവർ കർഷകർ ആയിത്തീരുകയും ചെയ്തു. കൃഷിയുടെ ആരംഭം ജനങ്ങളുടെ ജീവിതം മാറ്റുകയും അങ്ങനെ അവർ സെറ്റിൽഡ് ലൈഫിലേക്ക് മാറുകയും ചെയ്തു. നായ, കുതിര, പന്നി, ആട്, കഴുത, ചെമ്മരിയാട് തുടങ്ങിയവയാണ് മനുഷ്യർ മെരുക്കിയെടുത്ത് വളർത്താൻ തുടങ്ങിയത്. ആദ്യമായി അവർ മെരുക്കിയെടുത്തത് നായയായിരുന്നു. മൃഗങ്ങൾ പാല് തരികയും മാംസത്തിനായി അവയെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അവയുടെ പുറത്ത് ചരക്കുകളും മറ്റും കൊണ്ടുപോകുന്നതിന് സഹായകമായി അവയെ ഉപയോഗിച്ചിരുന്നു. ആദ്യകാല മനുഷ്യരുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നായിരുന്നു ചക്രം അഥവാ വീലിന്റെ കണ്ടുപിടുത്തം. ഈ ഒരു കണ്ടുപിടുത്തം അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. യാത്ര ചെയ്യുന്നതും വലിയ വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നതും വളരെ എളുപ്പമാക്കി തീർത്തു. മനുഷ്യർ മണ്ണുകൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കാനും അവ കൈകൾ കൊണ്ട് വിവിധ ആകൃതിയിലാക്കുവാനും പഠിച്ചു. കൂടാതെ തീയിലിട്ട് അവ ഉറപ്പുള്ളതാക്കി എടുക്കുകയും ചെയ്തു. പല വലിപ്പത്തിലും ആകൃതിയിലും പാത്രങ്ങൾ നിർമ്മിച്ചെടുക്കാൻ പോട്ടറി വീൽ അഥവാ കുശവന്റെ ചക്രം എന്ന ഉപകരണം അവരെ സഹായിച്ചു. ഇടയന്മാരെയും കർഷകരെയും കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയതെന്ന് നോക്കാം. ആദ്യകാല കർഷകരുടെ ജീവിതത്തിലെ പല ബാക്കി പത്രങ്ങളും ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തുകയുണ്ടായി. പാത്രങ്ങൾ, ചെറിയ കുടിലുകൾ, ആയുധങ്ങൾ, പെയിന്റിങ്ങുകൾ, ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും മറ്റും അടയാളങ്ങൾ തുടങ്ങിയവയിൽ നിന്നും നമുക്ക് ഇവ മനസ്സിലായി. ഈ അടയാളങ്ങളൊക്കെയും നമുക്ക് ലഭിച്ചത് മെഹർഗർ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുള്ള ബുർസാഹോം എന്നിവിടങ്ങളിൽ നിന്നുമാണ്. ഇനി നമുക്ക് ചില ധാന്യങ്ങളും എല്ലുകളും ഒക്കെ കിട്ടിയ ചില സൈറ്റ്സുകളെ കുറിച്ച് നോക്കാം. ഏതൊക്കെ സൈറ്റുകളിൽ നിന്നാണ് ഇവയൊക്കെ എന്തൊക്കെയാണ് ലഭിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീറ്റ്, ബാർലി, ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ ഇവയൊക്കെ നമുക്ക് അവയുടെയൊക്കെ അടയാളങ്ങൾ, അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചത് മെഹർഗറിൽ നിന്നാണ്. ഇന്നത്തെ പ്രസന്റ് ഡേയിലുള്ള പാകിസ്ഥാനിലെ മെഹർഗറിൽ നിന്നാണ് ഇവയുടെ അടയാളങ്ങൾ നമുക്ക് ലഭിച്ചത്. അടുത്തത് റൈസ്, ഫ്രാഗ്മെന്ററി ആനിമൽ ബോൺസ്. ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഖോൽദിവ, അതായത് ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. ഇന്നത്തെ ഉത്തർപ്രദേശിലുള്ള ഖോൽദിവയിൽ നിന്നാണ് റൈസും ഫ്രാഗ്മെന്ററിയും ആനിമൽ ബോൺസിന്റെ ഒക്കെ അടയാളങ്ങൾ നമുക്ക് ലഭിച്ചത്. അടുത്തത് മഹാഗാര, ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് മഹാഗാര. അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് റൈസ്, കാറ്റിൽ ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങളായിരുന്നു. അടുത്തത് വീറ്റും ലെന്റിലും നമുക്ക് ലഭിച്ചത് ഗുഫ്ക്രാലിൽ നിന്നാണ്. അതായത് പ്രസന്റ് ഡേ കാശ്മീരിലുള്ള സ്ഥലമാണ് ഗുഫ്ക്രാൽ. അവിടെ നിന്നാണ് നമുക്ക് വീറ്റും ലെന്റിലും ലഭിക്കുന്നത്. അടുത്തത് വീറ്റും ലെന്റില് ഡോഗ്, കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ബഫലോ ഇതിന്റെയൊക്കെ അടയാളങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ബുർസാഹോമിൽ നിന്നാണ്. അതും കാശ്മീരിലുള്ള സ്ഥലമാണ് ബുർസാഹോം. അടുത്തത് വീറ്റ്, ഗ്രീൻ ഗ്രാം, ബാർലി, ബഫല്ലോ, ഓക്സ് ഇതിന്റെയൊക്കെ അടയാളങ്ങൾ ലഭിക്കുന്നത് ചിരാന്തി എന്നാണ്. അതായത് പ്രസന്റ് ഡേ ബീഹാറിലുള്ള ചിരാന്തിൽ നിന്നാണ് ഇവയൊക്കെ ലഭിക്കുന്നത്. അടുത്തത് മില്ലറ്റ്, കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, പിഗ് ഇത് ഹള്ളൂർ, ആന്ധ്രാപ്രദേശിലുള്ള ഹള്ളൂരിൽ നിന്നാണ് ഈ ഇവയുടെയൊക്കെ അടയാളങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് ബ്ലാക്ക് ഗ്രാം, മില്ലറ്റ്, കാറ്റിൽ, ഷീപ്പ്, പിഗ് അത് പയ്യാമ്പള്ളി, ഇന്നത്തെ ആന്ധ്രാപ്രദേശിലുള്ള പയ്യാമ്പള്ളിയിൽ നിന്നാണ് ഈ ബ്ലാക്ക് ഗ്രാമിന്റെയും മില്ലറ്റിന്റെയും കാറ്റിൽ, ഷീപ്പ്, പിഗിന്റെയും ഒക്കെ അടയാളങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് സെറ്റിൽഡ് ലൈഫ് തുടങ്ങുകയും ഫാമിങ്ങും മറ്റും നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഒരു പുതിയ ജീവിത രീതി മനുഷ്യർ തുടങ്ങിയത്.
ഇത്തരത്തിൽ ഉള്ള ജീവിതത്തിൽ ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കോപ്പർ അഥവാ ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. കോപ്പർ കൊണ്ടുള്ള ആയുധങ്ങൾ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളെക്കാൾ വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് ഈ യുഗത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തെ ചാക്കോലിത്തിക് ഏജ് അഥവാ കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നു. ഈ ഒരു കാലഘട്ടം എന്നത് കല്ലുകൾ കൊണ്ടുള്ള ആയുധത്തിൽ നിന്നും മെറ്റൽ കൊണ്ടുള്ള ആയുധങ്ങളിലേക്ക് കടന്ന ഒരു കാലഘട്ടമായിരുന്നു. അടുത്തത് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്, ആചാര അനുഷ്ഠാനങ്ങൾ. ആർക്കിയോളജിയില് ഇവയെക്കുറിച്ചൊന്നും നേരിട്ട് പറയുന്നില്ല. സ്കോളേഴ്സിന്റെ പഠനങ്ങളിൽ നിന്നും ഇടയന്മാരും കർഷകരുമെല്ലാം കൂട്ടമായാണ് താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രൈബ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവരും തുടർന്നു പോന്നു എന്നാണ് സ്കോളേഴ്സിന്റെ കണ്ടെത്തലുകൾ. ഇനി ട്രൈബ്സ് എന്താണെന്ന് നോക്കാം. 2-3 തലമുറകൾ ഒരുമിച്ചൊരു പ്രദേശത്ത് താമസിക്കുന്നു. ഇത് ഗ്രാമങ്ങളും ആവാം. ഓരോ കുടുംബവും മറ്റൊരു കുടുംബവുമായോ ഗ്രൂപ്പുമായോ ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇവരെയാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. വേട്ടയാടി പിടിക്കുക, കൃഷി ചെയ്യുക, ആടുമേയ്ക്കുക, മീൻ പിടിക്കുക തുടങ്ങിയവയൊക്കെയാണ് ട്രൈബ്സിന്റെ പ്രധാന ജോലികൾ. കൃഷി ജോലി ചെയ്തിരുന്നത് കൂടുതലും സ്ത്രീകളായിരുന്നു. നിലമുഴുതു മറിക്കുക, വിത്ത് പാകുക, മുളപ്പിക്കുക, വിളവെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലും സ്ത്രീകളാണ് ചെയ്തിരുന്നത്. കുട്ടികളും അവർക്കൊപ്പം ചെറിയ ജോലികളിൽ ഏർപ്പെട്ടു. അരയ്ക്കലും പൊടിക്കലും പോലെയുള്ള ജോലികളും സ്ത്രീകളുടേതായിരുന്നു. മേച്ചിൽപ്പുറങ്ങൾ തോറും മേയ്ക്കുന്നതിനുള്ള മൃഗങ്ങളെ തേടിയുള്ള യാത്രകൾ നയിച്ചിരുന്നത് പുരുഷന്മാരാണ്. മൃഗങ്ങളെ വൃത്തിയാക്കുന്നതും കറക്കുന്നതുമായിട്ടുള്ള ജോലികൾ സ്ത്രീകളും പുരുഷന്മാരും ചെയ്തിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും ചേർന്നാണ് പാത്രങ്ങൾ, ആയുധങ്ങൾ, കുടിലുകൾ ഇവയെല്ലാം നിർമ്മിച്ചിരുന്നത്. പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നതും വീടുകൾ അലങ്കരിക്കുന്നതും മറ്റും അവർ ചേർന്നായിരുന്നു. ചില പുരുഷന്മാർ നേതാക്കന്മാരായിരുന്നു. പ്രായമായവരും ചെറുപ്പക്കാരും യോദ്ധാക്കളും പുരോഹിതന്മാരും ഒക്കെ നേതാക്കന്മാർ ആവാറുണ്ടായിരുന്നു. പ്രായമുള്ള സ്ത്രീകളെ അവർ ബഹുമാനിച്ചിരുന്നു. വളരെ സമ്പന്നവും വ്യത്യസ്തവുമായ സംസ്കാരങ്ങൾ നിറഞ്ഞതാണ് ട്രൈബ്സിന്റെ ജീവിതം. അവർക്ക് അവരുടേതായ ഭാഷ, സംഗീതം, കഥകൾ, ചിത്രകല തുടങ്ങിയവയും സ്വന്തമായി ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. മറ്റുള്ള സമൂഹങ്ങളെ അപേക്ഷിച്ച് ട്രൈബ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഭൂമി, കാടുകൾ, പുൽമേടുകൾ, വെള്ളം തുടങ്ങിയവയാണ് ട്രൈബ്സിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്ത് എല്ലാം തന്നെ എല്ലാവരുടേതും കൂടി ആയി കണക്കാക്കുകയും പങ്കിട്ടാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അടുത്തത് ചില ലെവൽസ്, സൈറ്റ്സിന്റെ ലെവൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഏർലിയർ ആൻഡ് ലേറ്റർ ലെവൽസ് ഓഫ് സൈറ്റ്സ്. ആർക്കിയോളജിസ്റ്റുകൾ ഖനനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്കാവേഷൻ സൈറ്റുകൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പിൽക്കാലത്തേക്കുണ്ടായതാണോ പ്രദേശമാണോ അതോ ആദ്യകാലത്തെ പ്രദേശമാണോ എന്ന് മനസ്സിലാവുക എന്ന് നോക്കാം. ഏതെങ്കിലും നിരപ്പായ സ്ഥലങ്ങളിൽ ജനങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. വർഷങ്ങൾ കഴിയുമ്പോൾ ആ സർഫസ് ക്രമേണ ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യർ അവിടെ വേസ്റ്റ് മെറ്റീരിയൽസും മറ്റും കൊണ്ടിടും. കെട്ടിടങ്ങൾ പുതുക്കി പണിയുകയും മറ്റും ചെയ്യും. 100 കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്രദേശങ്ങൾ കുന്നുകൾ പോലെയായി തീരും. അപ്പോൾ കുഴിക്കുമ്പോൾ ആദ്യം കണ്ടെത്തുന്ന അപ്പർ ലെയർ എന്നുള്ളത് അവസാനം രൂപം കൊണ്ടതും ലോവർ ലെയർ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടവയും ആയിരിക്കും. ഇനി നമുക്ക് ചില പ്രധാന സ്ഥലങ്ങൾ പരിചയപ്പെടാം. ഒന്ന്, മെഹർഗർഹ്. മെഹർഗർഹിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ആദ്യകാല സംസ്കാരം അഥവാ സിവിലൈസേഷനാണ് മെഹർഗർഹിലേത്. ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ബോലാൻ പാസിന്റെ അടുത്താണ് ഈ പ്രദേശം. ഇറാനിലേക്കുള്ളൊരു പ്രധാന പാതയാണിത്. ഏകദേശം 7000 BC-യോട് അടുത്ത കാലഘട്ടത്തിൽ ഈ പ്രദേശത്താണ് മനുഷ്യർ മൃഗങ്ങളെ മെരുക്കിയെടുത്ത് ഇണക്കി വളർത്തിയിരുന്നത്. കരിഞ്ഞ ധാന്യങ്ങളും മൃഗങ്ങളുടെ എല്ലുകളും മറ്റും ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ തിളക്കമുള്ള മുത്തുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മെഹർഗർഹില് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള വീടുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ വീടിനും 4-ലധികം മുറികളും ഉണ്ടായിരുന്നു. ചില മുറികൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനാകും ഉപയോഗിച്ചിരിക്കുക എന്നാണ് നിഗമനം. മരണശേഷവും മനുഷ്യർ ബഹുമാന സൂചകമായി അവരെ അടക്കം ചെയ്തിരുന്നു. മരണശേഷമുള്ള ജീവിതത്തിന്റെ ഭാഗമായാണ് ഇത്തരം അടക്കം ചെയ്യലുകൾ. ഇത്തരത്തിലുള്ള നിരവധി ബറിയൽ സൈറ്റ്സ് മെഹർഗർഹിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ദാവോജലി ഹേഡിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയോലിത്തിക് സൈറ്റ് ആണ് ആസാമിലുള്ള ദാവോജലി ഹേഡിംഗ്.
ബ്രഹ്മപുത്ര നദിയുടെ അടുത്തുള്ള ഒരു ഹിൽസ് ആണ് ഈ ദാവോജലി ഹേഡിങ്സ് എന്നുള്ളത്. ചൈനയിലേക്കും മ്യാൻമാറിലേക്കുമുള്ള പാതകൾ കടന്നു പോകുന്നത് ഈ വഴിയാണ്. വളരെ മിനുസമുള്ള കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ, സെറാമിക്സ്, കിച്ചൺ ഐറ്റംസ് തുടങ്ങിയവയുടെയൊക്കെ അടയാളങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിലെ പ്രദേശങ്ങളായ മണിപ്പൂർ, ത്രിപുര, ഗാരോ ഹിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആദ്യകാല സെറ്റിൽമെന്റിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.